നമസ്കാരം. ഒരു കാര്യം ചോദിക്കട്ടെ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും സമ്മർദ്ദം ഉപയോഗിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സ്വാധീനവും ഈ സമ്മർദ്ദവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. ഈ വിശകലനത്തിൽ നമ്മൾ അതാണ് കണ്ടെത്താൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. സ്വാധീനിക്കാൻ പ്രധാനമായും രണ്ട് വഴികളാണ് മുന്നിലുള്ളത്. ഒന്ന് സമ്മർദ്ദം, അതായത് പ്രഷർ. ഇത് നമ്മുടെ ഈഗോ, ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം, പിന്നെ ആ ഒരു കാപട്യം എന്നിവയിൽ നിന്നൊക്കെ വരുന്നതാണ്. അതിന്റെ ഫലമോ? ആളുകൾ നമ്മളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ രണ്ടാമത്തെ വഴി ആകർഷണശക്തിയാണ്. ഇത് വരുന്നത് നമ്മുടെ ആത്മാർത്ഥത, സേവന മനോഭാവം, വിനയം എന്നിവയിൽ നിന്നാണ്. അത് സ്വാഭാവികമായും ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കും. ആദ്യം തന്നെ പലർക്കും പറ്റുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കാം. അതായത്, മറ്റൊരാളുടെ മേൽ നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നത് ഒരു തരം ശക്തിയാണെന്നുള്ള ആ ഒരു വിശ്വാസം. നമ്മുടെ ഈ വിശകലനത്തിന് ആധാരമായ സ്രോതസ്സിൽ രോഹൻ എന്നു പേരുള്ള ഒരാളെപ്പറ്റി പറയുന്നുണ്ട്. ഈ രോഹൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഏതൊരാളുടെയും ഒരു പ്രതീകമാണ്. മറ്റുള്ളവരെ പേടിപ്പിച്ച് കാര്യങ്ങൾ നേടാമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഒരുപക്ഷെ നമ്മളിൽ ചിലർക്കെങ്കിലും ഈയൊരു ചിന്താഗതിയുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ സ്രോതസ്സ് വളരെ വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള പെരുമാറ്റം ശരിക്കും ഒരു കെണിയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പവർഫുൾ ആവുകയാണെന്ന്. പക്ഷെ സത്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാകും ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ സമാധാനവും അതില്ലാതാക്കും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാധീനം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കലല്ല, ഒരിക്കലുമല്ല. ഇത് വളരെ ലളിതമായ എന്നാൽ ശക്തമായ ഒരു സത്യമാണ്. അതെ, നമ്മൾ ഒരുപാട് ഈഗോയൊക്കെ കാണിച്ച് പരുഷമായി പെരുമാറിയാൽ ആളുകൾ നമ്മളെ ബഹുമാനിക്കില്ല. അവർ നമ്മളെ ഒഴിവാക്കാൻ നോക്കും. വളരെ സിമ്പിളാണ് കാര്യം. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. ആ ഒരു മുഖമൂടി, ആ ഒരു കാപട്യം അങ്ങ് എടുത്തു മാറ്റണം. അത് തന്നെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. നമ്മളായിരിക്കുക, അതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ അല്ലെങ്കിൽ ഭീഷണി ഒരു വഴിയല്ലെങ്കിൽ പിന്നെന്താണ് ശരിയായ വഴി? അവിടെയാണ് കൂടുതൽ ശക്തവും പോസിറ്റീവുമായൊരു സാധ്യത വരുന്നത്. അപ്പോൾ എന്താണ് ബദൽ? സ്രോതസ്സ് അതിനെ കാന്തിക വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നു. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു കാന്തം പോലെ ആളുകളെ ആകർഷിക്കുന്ന ഒരുതരം ക്വാളിറ്റി. ബലം പ്രയോഗിച്ചല്ല, മറിച്ച് അവരെ നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇങ്ങനെയൊരു വ്യക്തിത്വം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലേ? ഭാഗ്യത്തിന് അതിന് വളരെ വ്യക്തമായ 3 സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ഇതാണ്. നമ്മുടെ ശരിക്കുള്ള ശക്തി വരുന്നത് ദേഷ്യപ്പെടുന്നതിലോ കാർക്കശം കാണിക്കുന്നതിലോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നല്ല സ്വഭാവത്തിൽ നിന്നാണ്, ആ ഒരു ഫീൽ ഗുഡ് നേച്ചറിൽ നിന്നാണ്. പിന്നെ ഇതൊന്നും ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ച പുതിയ കാര്യങ്ങളല്ല കേട്ടോ. കാലങ്ങളായി നിലനിൽക്കുന്ന വലിയൊരു ജ്ഞാനത്തിന്റെ ഭാഗമാണിത്. ഈ ആശയത്തിന്റെ എല്ലാം കാതൽ ഈ ഒരു ഉദ്ധരണിയിലുണ്ട്. വളരെ സാധാരണ കഴിവുകളുള്ള ഒരാൾക്ക് പോലും സത്യസന്ധതയും ലാളിത്യവും സ്നേഹവുമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആഴത്തിൽ സ്വാധീനിക്കാൻ പറ്റുമത്രേ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പവർഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണെന്ന്. അതിന്റെ നേരെ മറുവശവും പറയുന്നുണ്ട്. നിങ്ങൾ എത്ര വലിയ അറിവുള്ള ആളായിക്കോട്ടെ, ഒരുപാട് പണമുണ്ടായിക്കോട്ടെ, പക്ഷേ സ്വഭാവം മോശമാണെങ്കിൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. യഥാർത്ഥ സ്വാധീനത്തിന്റെ കാര്യത്തിൽ സ്വഭാവമാണ് പ്രധാനം, സ്റ്റാറ്റസോ പണമോ അല്ല. അതുകൊണ്ട് നമ്മൾ സ്വാധീനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റി ചിന്തിക്കണം. അതാരെങ്കിലും പേടിപ്പിച്ച് നിർത്തലോ അടിച്ചമർത്തലോ അല്ല, മറിച്ച് മറ്റൊരാളുടെ മനസ്സിൽ നമ്മളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാക്കിയെടുക്കലാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഖണ്ഡ ജ്യോതി മാസികയിൽ 1972 പ്രസിദ്ധീകരിച്ചതാണ്. അതായത് 50-ലധികം വർഷം മുൻപ്. എന്നിട്ടും ഇതിന് ഇന്നും എന്തു പ്രസക്തിയാണെന്ന് നോക്കൂ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം, അല്ലേ? ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട 3 കാര്യങ്ങൾ. 1. യഥാർത്ഥ സ്വാധീനം വരുന്നത് സ്നേഹത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നുമാണ്, ഭയത്തിൽ നിന്നല്ല. 2. ആർക്കും ആത്മാർത്ഥതയും ദയയും ഉണ്ടെങ്കിൽ ആളുകളെ ആകർഷിക്കാൻ കഴിയും. 3. നിലനിൽക്കുന്ന സ്വാധീനം വേണമെങ്കിൽ നമ്മൾ നിരന്തരം സ്വയം മെച്ചപ്പെടുത്തണം. ഈ തിരിച്ചറിവുകളെയെല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമായി, ഒരു പ്രതിജ്ഞയായി ഈ സ്രോതസ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നു മുതൽ ഞാൻ എൻ്റെ സംസാരത്തിൽ മാധുര്യവും പെരുമാറ്റത്തിൽ ആത്മാർത്ഥതയും നിലനിർത്തും. വളരെ ലളിതമായൊരു തീരുമാനമല്ലേ? അപ്പോൾ അവസാനമായി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ആ അഭിനയത്തിന്റെ മുഖമൂടിയൊക്കെ അഴിച്ചുവെച്ച് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ, ലളിതവും സ്നേഹനിർഭരവുമായ ആ സ്വഭാവത്തിലേക്ക് തിരികെ വരാൻ നിങ്ങൾ തയ്യാറാണോ? എന്താണ് നിങ്ങളെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്?